അല്ല, എനിക്ക് ആക്ടിവിസ്റ്റ് ആയിട്ട് നടക്കാൻ പറ്റില്ല, അതിനുള്ളൊരു സമയമോ ഇതുമില്ല. എൻ്റെ ഒരു ഫോക്കസ് വേറെയാണല്ലോ. പക്ഷെ ഇവർക്ക് വേണ്ടി സംസാരിക്കണം എവിടെയെങ്കിലും എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ആ ഒരു ദിവസം ഓൺലൈൻ മീഡിയനെ വിളിച്ചിട്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് ഞാൻ പറയാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വരുമൊന്നുമില്ല. അപ്പൊ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഈ സിനിമ വന്നപ്പോഴാണ്. അപ്പൊ എനിക്ക് അവരെ കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി, അവരെന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ എങ്ങനെയാണ് അവരെ മനസ്സിലാക്കിയിരുന്നത് അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. ഇതിന് മുൻപ് എൻ്റെ മനസ്സിൽ ഇവർ വേറെ മുഖമായിരുന്നു. പക്ഷെ ഈ സിനിമയിൽ ക്യാരക്ടർ വന്നപ്പോഴാണ് ഇവരെ കുറിച്ച് അന്വേഷിക്കുകയും ഇവരെന്താണെന്നൊക്കെ അടുത്ത് ഞാൻ അന്വേഷിച്ചത്. അപ്പോഴാണ് കണ്ണു നിറയുന്ന കഥകളല്ല, ജീവിത അനുഭവങ്ങൾ അവർ ഷെയർ ചെയ്തത്. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു അവസരമാണ് എനിക്ക് അവരെ കുറിച്ച് പറയാനുള്ളൊരു അവസരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി, തുറന്നു പറയണമെന്ന് പറഞ്ഞു. ഇത്രയും ജീവിതത്തിൽ വേദന അനുഭവിക്കുന്ന ഒരു വിഭാഗമില്ല. ഭിക്ഷക്കാർ പോലും ഒരു പ്രശ്നമില്ലാതാണ് ജീവിക്കുന്നത്. കൈനീട്ടിയ കാശ് കിട്ടും. ഇവർ കൈനീട്ടിയാൽ കാശ് പോലും കിട്ടാത്ത വിഭാഗമാണ് അവർ. എന്തുകൊണ്ട് അവരങ്ങനെ ആയി എന്നുള്ളത് അവർ തീരുമാനിച്ച് തിരഞ്ഞെടുത്തതല്ല അവരുടെ ജീവിതമാർഗം. അവരുടെ ജന്മം അങ്ങനെ ആയിപ്പോയതുകൊണ്ടാണ്. അപ്പൊ ഞാനോ നിങ്ങളോ ഒരിക്കലും വിചാരിച്ചിട്ടാണോ സ്ത്രീയോ പുരുഷനോ ആയത്? അല്ലെങ്കിൽ ഒരു ജാതിയോ മതം ഉണ്ടായത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. നമ്മുടെ ചോയ്സ് അല്ല. നമ്മളെങ്ങനെ അപ്പൊ ഞാൻ ഒരു നിമിഷം അവരായിരുന്നെങ്കിൽ ഞാൻ അതെന്റെ ശരീരത്തിലേക്ക് കയറ്റി നോക്കാറുണ്ട്. ഓരോരുത്തരും കാണുമ്പോഴും ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും. ഇപ്പൊ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ഞാൻ 5 മിനിറ്റ് കണ്ണടച്ച് ഞാൻ പെരുമാറി നോക്കുമ്പോഴാണ് അവരുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കുന്നത്. വിശക്കുന്നവന്റെ വില അറിയണമെങ്കിൽ നമ്മളൊന്ന് നോമ്പെടുത്ത് നോക്കണം, അപ്പോഴാണ് വിശപ്പിന്റെ വില അറിയുന്നത്. അതുപോലെ ട്രാൻസിന്റെ എനിക്ക് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ, അതുപോലെ എൻ്റെ കൂടെയുള്ള പക്രു എന്ന് പറഞ്ഞ ആള്, ഞാൻ അവനായിട്ട് ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പോഴെനിക്ക് ശ്വാസം മുട്ടിപ്പോയി. എന്തുമാത്രം കഷ്ടപ്പാടായിരിക്കും ഇവർ അനുഭവിക്കുന്നത്. ഇവരെടുത്ത് ഷെയർ ചെയ്തപ്പോൾ ഇവർ അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഞാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ഇവരടിപ്പിക്കില്ല. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു ജോലിക്കോ തന്നെ ഇവരെ വിളിക്കൂ, നിങ്ങളുടെ വീട്ടുകാർ സമ്മതിക്കില്ല. നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. എനിക്ക് ആഗ്രഹമുള്ളൊരു മേഖലയുണ്ട്, പക്ഷെ ആ മേഖലയിൽ പോലും അവർ ഉൾപ്പെടുത്താൻ അവിടുത്തെ മാനേജ്മെന്റ് സമ്മതിക്കുന്നില്ല. മെട്രോയില് അവർ ജോലി ചെയ്യാൻ വന്നിരുന്നു, അവരെ അംഗീകരിച്ചില്ല. അവരെ മാത്രമായിട്ട് പറഞ്ഞു കൊടുക്കുകയോ അവർ ഇറങ്ങിപ്പോരും എന്തുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. അപ്പൊ അത് ഈ ക്യാരക്ടറിൽ പറയുന്നുണ്ട്. റോണി റോസാരി എന്ന് പറഞ്ഞ നെഗറ്റീവ് ക്യാരക്ടർ, എനിക്ക് ഊരില്ല, പേരില്ല, ആധാർ കാർഡില്ല, ജെൻഡർ ഇല്ല. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും? എനിക്ക് വിശക്കില്ലേ? അപ്പൊ അത് ഇതിലൂടെ പറയുന്നുണ്ട്. ഒരു കരച്ചിലുണ്ട് ഇയാളുടെ. പക്ഷെ അത് തിന്മയിൽ നിന്നുകൊണ്ടാണ് ആള് പറയുന്നത്. അതാണ് അയാള് വില്ലനായി മാറിയത്. ഇവർ ഒരുപാട് നന്മയുടെ മാർഗത്തിൽ നിന്നുകൊണ്ട് ഇവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ ആരും. ഇപ്പൊ എത്രയോ സമരങ്ങൾ ഇവർ നടത്തുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും അവജ്ഞയോടുകൂടി തന്നെയാണ് അവരെ കാണുന്നത്. തമിഴ് മലയാളത്തിൽ അത്രയും ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തു. ഇപ്പൊ തമിഴിലേക്ക് വന്ന് ഭാഷ ഒരു പ്രശ്നമായിരുന്നോ, അതോ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയോ? തമിഴ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലാംഗ്വേജ് ആണ്. ഒന്ന്, ലോകത്തിലെ ഏറ്റവും പുരാണമായ ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് ഉണ്ടായ ലാംഗ്വേജ് അതാണ്. പിന്നെ അതിൻ്റെ അത് പറയുമ്പോഴും ഒരു രസമാണ്. ഈ കമൽ സാറും രജനി സാറൊക്കെ പറയുമ്പോഴുള്ളൊരു കാവ്യഭംഗിയുണ്ട്. ഇതിലെനിക്ക് ഇംഗ്ലീഷും തമിഴും മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അതെനിക്ക് പെട്ടെന്ന് വഴങ്ങി എന്നുള്ളതാണ്. പിന്നെ തമിഴ് സിനിമകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഏകദേശം മലയാളമായിട്ട് സാദൃശ്യം വരുന്നതുകൊണ്ട് മീനിങ് മനസ്സിലാക്കി നമുക്ക് സുഖമാണ്. പിന്നെ ഫുൾ ലെങ്ത് തമിഴ് ഡയലോഗ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതിനുവേണ്ടി പുതിയത് വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മലയാളം സിനിമയിൽ നിന്ന് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് പോവുകയാണ്. എങ്ങനെ ആ ഒരു ചേഞ്ചസ് അനുഭവിക്കാം? ഞാൻ അതിന് അഭിനയിച്ചത് കംപ്ലീറ്റ് ആലപ്പുഴയിലേക്കാണ്. ഇത് ചെന്നത് ഇപ്പൊ പ്രസ് മീറ്റിന് ചെന്നപ്പോൾ മാത്രമാണ്. എനിക്ക് പ്രസാദ് ലാബിൽ ചെന്നപ്പോഴാണ് ഒരു തമിഴ് ഇൻഡസ്ട്രിയിൽ ചെന്നത് ഫീലിംഗ് വന്നത്. ഷൂട്ട് എല്ലാം നടന്നത് നമ്മുടെ കേരളത്തിലാണ്. അല്ലല്ല, എന്റെ പോർഷൻസ് മാത്രം. അത് ഇൻഡോർ സീൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ 17 ലൊക്കേഷൻസ് ഉണ്ട്. ആൻഡമാൻ, അതുപോലെ തന്നെ ദുബായിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും എനിക്ക് പോർഷൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തമിഴ് ഇൻഡസ്ട്രിയിൽ പോകാൻ ഭാഗ്യം കിട്ടിയത് എന്റെ പ്രസ് മീറ്റിൽ മാത്രമാണ്. അവിടെയാണ് ഈ ഇൻഡസ്ട്രിയിലുള്ള, അതായത് ദിനമലർ, ദിനദൻ, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള കുറെ പത്രക്കാർ, അവരൊക്കെ എന്റെ ഇന്റർവ്യൂ എടുത്തു. നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഇവിടെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല, എന്തുകൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞ് അവര് പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞ് എന്റെ ഇന്റർവ്യൂസ് എടുത്തു. അവരുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പൊ അവര് ഒരാളെ പുതിയൊരു മുഖം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ എന്നെ പോലത്തെ ഒരാൾ അവിടെ നല്ല ഫ്രഷ്നെസ് ആയിരിക്കും. കാരണം ഇയാൾ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് തോന്നിക്കും. എന്നെ അവർക്ക് അറിയില്ല, കുറച്ചു പേർക്ക് മാത്രമാണ് അവിടെ ഇവിടെ ഒക്കെ അറിയാവുന്നത്. അല്ലല്ല, അന്നിങ്ങനെ പോയത്. ഈ സിനിമയിലുള്ള ക്യാരക്ടറായിട്ട് യാതൊരു സാമ്യം എനിക്കിപ്പില്ല. അതിൽ ത്രൂ ഔട്ട് എന്റെ ആക്ഷൻസും എന്റെ സംസാര രീതിയും എന്റെ ഗെറ്റപ്പ് എല്ലാം വ്യത്യാസമാണ്. അതെന്റെ മേക്കപ്പ് മാന്റെ കോൺഫിഡൻസും ഡയറക്ടറിന്റെ കോൺഫിഡൻസും ആണ്. പലപ്പോഴും ഇപ്പം എല്ലാവർക്കും ഇപ്പൊ ഒരു കലയുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നുള്ള ഒരു പ്രോത്സാഹനം ഭയങ്കരമാണ്. അപ്പൊ ഇത്തരത്തിലൊരു വേഷം ചെയ്യുന്നെന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അവരൊന്നും ചോദിക്കാറില്ല, അവര് എല്ലാം സമ്മതിക്കും. അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ അവര്? അത് നന്നായിട്ടുണ്ടാവാറുണ്ട്.
എന്നെ അംഗീകരിച്ചത് എൻ്റെ മകൻ വളരെ ചുരുങ്ങിയ സമയത്ത് മാത്രമാണ്. പിന്നെ എല്ലാം സമ്മതിക്കും, അല്ലെങ്കിൽ ഒരു ഗോതമ്പുണ്ടോ തിന്നേണ്ടി വരില്ലേ, പണിയെടുക്കാൻ പോണ അരി മേടിക്കാനാവുള്ളൂ. ഇപ്പം ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്യുന്നു. അത് ഇപ്പം ഈ ഒരു വേഷം ചെയ്തപ്പോഴും ആ ഒരു മിമിക്രി എന്നുള്ള ഒരു കല അല്ലെങ്കിൽ ആ ഒരു കഴിവ് ഇതിന് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടോ? ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മിമിക്രിയാണ് ഉപകാരപ്പെടുന്നത്. കാരണം ഏതെങ്കിലുമൊക്കെ സമയത്ത് എങ്ങനെങ്കിലുമൊക്കെ ഇത് കഥാപാത്രം നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആയിരിക്കില്ല. ഇപ്പൊ കുടിയനായിട്ടാണെങ്കിലും പത്രക്കാരനായിട്ടാണെങ്കിലും ന്യൂസ് അവതാരകനായിട്ടാണെങ്കിലും ഡോക്ടർ, പോലീസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ഒരു ഒറിജിനൽ വേർഷനാണ് നമ്മൾ. മറ്റത് എക്സാഗ്രേറ്റഡ് ആയിരിക്കും. നമ്മളൊന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പൊ അത് നല്ലതാണല്ലോ, നമുക്കൊരു എക്സസൈസ് കിട്ടിയതിന് തുല്യമാണത്. കോമഡികൾ ഒരുപാട് ചെയ്തിട്ടുള്ള ആളാണ്. കോമഡി ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. മിമിക്രിയിലാണെങ്കിൽ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞ ഒരു സാധനം അന്നാണെങ്കിൽ അത് വലിയൊരു കാര്യമല്ലായിരുന്നു. അത് ഇപ്പം ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഒന്നും ടിനിച്ചേട്ടൻ ആ വരുന്ന സമയത്ത് മിമിക്രിയിൽ ഉണ്ടായിരുന്ന സമയത്തില്ലായിരുന്നു. പക്ഷെ ഇന്നാണെങ്കിൽ എന്ത് പറഞ്ഞാലും അത് ഭയങ്കര ട്രോളായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള. അപ്പൊ ഇന്ന് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇത്തരത്തിലുള്ള വേഷങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും തടസ്സമാവാറുണ്ട്? എന്റെ വേർഷനിൽ പറയുകയാണെങ്കിൽ എന്റർടൈൻമെന്റ് ഏരിയയിൽ വരുമ്പോൾ കാണുക, കേൾക്കുക, മറന്നു കളഞ്ഞേക്കുക എന്നുള്ളൊരു വാക്കാണ് ഞാൻ പറയാറുള്ളത്. തുടങ്ങുമ്പോഴും കഴിയുമ്പോഴും ഇതൊരു ഫിക്ഷനാണ്, മേക്ക് ബിലീഫാണ്, വിശ്വസിപ്പിക്കുകയാണ്. അപ്പൊ സമൂഹത്തില് നടക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് കറക്റ്റ്നെസ് ആവശ്യമുള്ള സംഭവമുണ്ട്. അത് പിക്ചറൈസ് ചെയ്യുന്നത് ഒറിജിനലായിട്ടല്ലെങ്കിൽ, ഒരു സംവിധായകന്റെ സ്വാതന്ത്ര്യത്തിൽ അല്ലെങ്കിൽ അതൊരു കലാസൃഷ്ടി ആവില്ലല്ലോ. അതൊരു കണ്ടീഷൻസ് വെച്ചിട്ടുള്ള ഒരു സൃഷ്ടിയായി പോകും. അപ്പോൾ അത് പാടില്ല. അത് ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ നമ്മൾ ലൈഫിലാണ് കൊടുക്കുന്നത്. അതിൽ ചിലപ്പോൾ മോശം പറഞ്ഞാൽ അതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആവശ്യമാണ്. വാർത്ത അത് ഒറിജിനൽ കാര്യങ്ങളാണ് അവർ പറയുന്നത്. പക്ഷെ സിനിമ അല്ലെങ്കിൽ ഒരു സീരിയൽ എന്നൊക്കെ പറയുമ്പോൾ അതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആവശ്യമില്ല. കാരണം സമൂഹത്തിലുള്ള ആൾക്കാരെ കാണിക്കുമ്പോൾ അതിലെന്തിനാണ് ബോഡി ഷെയിം ചെയ്തതെന്ന് ചോദിക്കരുത്. അത് ബോഡി ഷെയിമിങ്ങും മതങ്ങളെ ഷെയിം ചെയ്യുന്നതൊക്കെ കഥകളിൽ വരണം. അപ്പോഴാണ് യാഥാർത്ഥ്യം വരികയുള്ളൂ. PK എന്നുള്ള പടം എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ സിസ്റ്റത്തിനെതിരെയാണ് സംസാരിക്കുന്നത്. അതിനെതിരെ നമ്മൾ സമരം ചെയ്യാൻ പോരുത്. അതൊരു കലാസൃഷ്ടിയായിട്ട് കാണുക. അപ്പൊ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാണുക, കേൾക്കുക, മറന്നു കളഞ്ഞേക്കുക. ഫിക്ഷൻ ആയിട്ടുള്ളത് ഫിക്ഷനായിട്ട് തന്നെ കാണുക എന്നുള്ളതാണ്. ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്ന് പറയുമായിരിക്കും. അതിൽ ചിലപ്പോ ശരിക്കും നടന്നിട്ടുള്ള ഒരു മത യുദ്ധമായിരിക്കും അതിൽ കാണിക്കുന്നത്. അതിനെ മാറ്റിയിട്ട് കറക്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് മാറ്റി കഴിയുമ്പോൾ അതിന്റെ ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ പിക്ചറൈസ് ചെയ്യുന്നത് അതിന്റെ ഒരു വിഷ്വൽ ഓർമ്മയാണ്, ഒരു ഫോട്ടോഗ്രാഫ് കാണിക്കുന്ന പോലെയാണ്. അതൊക്കെ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ മനോഹരങ്ങളായ ശ്രീനേടനൊക്കെ സ്വയം കളിയാക്കുന്ന രീതിയിലും പഞ്ചവടി പാലം എന്നുള്ള ഒരു ഗവൺമെന്റിനെ കളിയാക്കിയതെന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഒരു ഭരണ സിസ്റ്റത്തിനെ കളിയാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സിനിമകൾ ഉണ്ടാവില്ലായിരുന്നു. ഇന്ന് ഒരാളൊരു കഥ ചർച്ച ചെയ്യുമ്പോൾ അയ്യോ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ കാണുമോ, ഇതെങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ആവുമോ എന്നുള്ളത്, അതിനുള്ളൊരു സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.